തലയോട് കൂടി പീടിയേക്ക് എന്തിനാ? എവിടേക്കാ പോണ്? എന്തിനാ? മോദിമോന് മിഠായി വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ അവര് പീടിയേക്ക് പോവാട്ടാ. അവന് മിഠായി വേണോല്ലോ. അതവിടെ വെക്ക് ആദി. മോനുട്ടാട്ടൻ എവിടെ? മോനുട്ടാട്ടൻ ഇതാ വന്നിക്കണേ. അപ്പോൾ ഞാനും ആദ്യമോനും കൂടി ഒന്ന് കോഴിച്ചനങ്ങാടി വരെ പോയിട്ട് വരാച്ചിട്ട് കേട്ട മോനുട്ടനും ഉണ്ടിട്ടാ. നമ്മളെ ക്യാമറാമാൻ മോനുട്ടനാട്ടാ. ചേച്ചീൻ്റെ മോനാണ്, മൂത്ത ചേച്ചീൻ്റെ മോനാണ് മോനുട്ടന്. മോനുട്ടനായിട്ടാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് 1-2 സാധനങ്ങൾ വാങ്ങാണ്ട്. പിന്നെ അപ്പോൾ അതിനും വേണ്ടി പോവാട്ടോ. നമ്മളൊരു കൂട്ടുകാരൻ്റെ വണ്ടിൻ്റെ അവിടെ കുടുങ്ങി കിടക്കണം. അപ്പോൾ അതൊന്ന് പോയി കണ്ട് സഹായിച്ചു കൊടുക്കാൻ വെച്ചിട്ട് പോകട്ടെ. ലോഡിൽ നിന്ന് സ്റ്റാർട്ടാവാത്ത പ്രശ്നം ഉണ്ടായിരുന്നു, വണ്ടി ലോഡിട്ട് വന്നതിന്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് പോയി പോണത്. നമ്മൾ നാട്ടിലത്തെ റോഡിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. നമ്മൾ 2 വട്ടം പാസ്സായി, പിന്നെ അത് നന്നാക്കിയതുമില്ല, അങ്ങനെയൊക്കെ ആയിട്ടുള്ള റോഡാണ് നമ്മളിത്. കാണുമ്പോൾ നാളെ ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ റെഡി ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ അവർ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ഇത് മെയിൻ റോഡ് എത്തിയിട്ട് കോഴിച്ചന മെയിൻ റോഡിൽ എത്തി. ഇനി നമ്മൾ നേരെ പോണത് നമ്മളെ അടുത്തുള്ള ഉസ്മാനിക്കാൻ്റെ പച്ചക്കറി പീടിയേക്കാട്ടാ. അപ്പോൾ ഈ നേരം ആയിക്കഴിഞ്ഞാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരുവിധം സാധനങ്ങളൊക്കെ കയ്യുന്ന സിസ്റ്റമാണ് അവിടെ ഉണ്ടായാൽ, കാരണം നല്ല തിരക്കുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് പോണ വഴി തന്നെയുള്ള അയൽവാസി ഇതാട്ടാ. അത്യാവശ്യം ഒരു സാധനങ്ങളൊക്കെ ഈ നേരം ആകുമ്പോഴത്തേനും ഒരുവിധം സാധനങ്ങളൊക്കെ തീരുട്ടാ ആ ഷോപ്പിൽ. അതിൽ അത്യാവശ്യം തിരക്കുണ്ട്, കച്ചവടവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കട തന്നെയിട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളതാ നേരെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വക്കിൽ ആദ്യം ഒരു സൗകര്യം തരുന്നില്ല കേട്ടോ. കാരണം ഒരു സാധനം വേണം, മിഠായി വേണം, എല്ലാ പീടികനും അറിയാം. ആ റൂട്ടിലൊക്കെ പോകണോ കാണുന്നുണ്ട്. എന്നിപ്പോൾ ഓരോ റൂട്ടിൽ പോകണോണ്ട് ആ പീടികളൊക്കെ അറിയണോണ്ട് അങ്ങനെ എന്ത് ചെയ്ത് നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു പീടി എത്തിയതാണ്. ഈ പീടിയിലെത്തിയപ്പോൾ പറഞ്ഞ് വണ്ടി അവിടെ കയറി. പിന്നെ അവിടെ ചെന്നപ്പോൾ അവിടെ കട മുഴുവൻ വേണം, അങ്ങനത്തെ ഒരു സിസ്റ്റമായി പോയി. ഓന് വേണ്ടാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ ആ വീടിൽ, ഒക്കെ ഓന് വേണം. എല്ലാ സാധനവും ഓന് അത് വേണം. ഓനൊന്നും വേണ്ടായില്ല, എല്ലാം വേണം അവിടെ എത്തിയപ്പോഴും. ഞാനും വിചാരിച്ചു വല്ലാതൊന്നും വാങ്ങൂലെന്ന്. നോക്കുമ്പോൾ ഒരു തലയ്ക്കെന്ന് വേണം എന്നാണ് എന്നെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. ഒരു വിധം സാധനമൊക്കെ വേണം കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, പൊരിക്കടി എന്തെല്ലാം ചോദിച്ചപ്പോൾ അപ്പോൾ പഴംപൊരി ഉണ്ട്, പിന്നെ സമൂസയുണ്ട്. അപ്പോൾ 2 വാങ്ങി. പിന്നെ പെപ്സാണ് കേട്ടോ. അങ്ങനെ 2-3 പെപ്സും വാങ്ങിയിട്ടാണ്. കുട്ടികളുള്ളതല്ലേ, എല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ ചേച്ചിയും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അത് വാങ്ങിയിട്ടാണ്. പെപ്സ് വാങ്ങിയിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ ഇരിക്കുക. ആദ്യമോന് പിന്നെയും ഇങ്ങനെ കച്ചറ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, ഒരു കമ്മിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു മിഠായി എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എല്ലാ മിഠായിയും അവന് കൊടുക്കലില്ല. കാരണം ഇത് നമുക്കിത് കാണുന്ന മിഠായിയൊക്കെ കളർഫുള്ളാണെങ്കിലും ശരി, അതിൻ്റെ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ലല്ലോ അതിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മറ്റുള്ള മിഠായിയൊക്കെ ഒഴിവാക്കിയാണ് ഒരു കോലുമിഠായി കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഒരു കോലുമിഠായി ഞാൻ അവന് കൊടുത്തിട്ടോ. ഇതിലിടയ്ക്ക് നമ്മളെ കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മീനൊക്കെ വെക്കുന്ന ഒരാളാട്ടോ. നമ്മുടെ അദ്രമക്കാൻ്റെ അനിയനാണ് ആൾ. മീൻ കച്ചവടമാണ്, വണ്ടിയിൽ ബൈക്കുമ്മ മീൻ കൊണ്ട് നടക്കുന്ന ഒരാളാട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് കല്ല് വേണമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് കല്ല് വേണമെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ സെക്കൻഡും ഫസ്റ്റൊക്കെ വേണമെന്നുണ്ടപ്പോൾ ഞാൻ ആയിക്കോട്ടെ, ഞാൻ ഇറക്കി തരാം, ശരിയായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ മഴ കാരണം നമുക്ക് തന്നെ പണി കുറവാണ്, ഒന്നരാടല്ലേ പണിയുള്ളൂ. പള്ളീനനുസരിച്ച് ഞാൻ ചെയ്തു തരാൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എപ്പോൾ വേണ്ട, ധൃതിയൊന്നുമില്ല, അർജൻറ്റൊന്നുമില്ല, എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അപ്പോൾ അതിനനുസരിച്ച് വന്നാൽ മതി, ഇറക്കിയാൽ മതി, അതിനൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും അത് സെറ്റായി. അപ്പോൾ അങ്ങനെ അത് സെറ്റായി. ഇനി ആദ്യമോൻ്റെ കാര്യത്തിലാണ് തീരുമാനമാക്കാനുള്ളത് കേട്ടോ. ആദ്യമോൻ അങ്ങനെ വീണ്ടും അവിടെ നിന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് ചെയ്ത് ഞാനൊരു കോഴിമുട്ടായി വാങ്ങിക്കൊടുത്തിട്ട്, ഒരു വലിയ 5 ഉറുപ്പിൻ്റെ ഒരു കോഴിമുട്ടായി വാങ്ങിക്കൊടുത്തുകൊണ്ട് അത് കൊടുത്തതിന് ശേഷം അവനത് പൊളിക്കാൻ വേണ്ടി കഷ്ടപ്പെടേണ്ട ആയിക്കോട്ടെ, ഞാൻ പൊളിച്ചും കൊടുത്തിട്ടാണ്. കാരണം ഈ ബൈക്കുമ്പോൾ ഞാനാണെങ്കിൽ വരുന്ന വരവത്തന്നെ എൻ്റെ ബൈക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിട്ട് ചേച്ചീൻ്റെ ബൈക്ക് എടുത്താട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ആക്റ്റീവാകുമ്പോൾ കുട്ടികളെ നിർത്തുമ്പോൾ ഈ കോഴിമുട്ടായി കൊടുക്കുമ്പോൾ വായ കുത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിൽ. കാരണം നമ്മൾ ഫ്രണ്ട് സീറ്റിൽ സാധാ ബൈക്കിൻ്റെ മാതിരി ഇരിക്കാൻ കഴിയില്ലല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഈ കുട്ടികളെ നിൽക്കേണ്ടതും പിന്നെ കോഴിമുട്ടായി വായിൽ കടിച്ചിക്കേണ്ടതൊക്കെ ഒരേ സ്ഥലമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കൂടി വാങ്ങി വെച്ചിങ്ങാണ്ട് വീട്ടിലേക്കുള്ള വഴി യാത്രയൊക്കെ ആയിട്ടാണ്. ഇനി ഞങ്ങൾ നാട്ടിലോട്ടുള്ളൊരു യാത്രയാണ്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടാണ്. വീടിൻ്റെ അടുത്ത് തന്നെ ഇളവും തിരിവ് റോഡൊക്കെ ഇങ്ങനെ കച്ചറ റോഡ് തന്നെ ഇട്ടാൽ വളരെ മോശമായ റോഡുകളാണ് നമ്മളെ വീട്ടിലേക്കാനുള്ളത് കേട്ടോ.
ഒന്നെന്ന് പറയാൻ ഒരു റോഡ് പോലും നല്ലതില്ല കേട്ടോ. അത്രയ്ക്ക് മോശപ്പെട്ട റോഡുകളായിരിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ അഷർഫാക്ക് ഉണ്ട് കേട്ടോ, താഴത്തുള്ള അഷർഫാക്ക്. ആ ഒരു മരുന്നിൻ്റെ ഒക്കെ പരിപാടിയും മറ്റേ എന്തൊക്കെ ആയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒക്കെ പരിപാടിയൊക്കെയുള്ള ഒരാളാട്ടോ അഷർഫാക്ക. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അത് ഈ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ്, പച്ചക്കറി ഐറ്റംസും പിന്നെ ഇതൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് വാങ്ങിയ പൊരിക്കടികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ആദ്യമായി മുട്ടായി മടുത്തു തുടങ്ങിയിട്ടാണ്. കാരണം അവൻ്റെ മുട്ടായി തീറ്റി അത്രയേ ഉള്ളൂ, മുക്കാഭാഗവും പകുതിയാവും തിന്നുള്ളൂ, അല്ലാതെ ഒരു മുക്കാഭാഗം തിന്നുള്ളൂ, ബാക്കിയുള്ളൊക്കെ കടിച്ച് പൊട്ടിച്ചിട്ടല്ലാണ് അവൻ്റെ ഒരു പൊതുവേ പഴയ ഒരു കാലത്തിന് അവൻ്റെ ഒരു സിസ്റ്റം അതാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ കൂടുതലായിട്ട് മുട്ടായി വാങ്ങി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞങ്ങള് കാത്തുനിന്ന് മടുത്തിട്ട് ഞങ്ങള് കഴിച്ചു. സാനുവിന് വെച്ചോളിട്ടാ. പഴംപൊരി അപ്പൊ ഇതിന് വേണ്ടാറിനെ കാണിച്ചെടുത്ത് പോവാ. പഴംപൊരി കേട്ടോ ആദ്യമോന്. കിട്ടിയത് നമുക്ക് മുത്തേ ചിന്നട്ടാ. ഇനി പാപ്പയ്ക്ക് ഒരു സമൂസ വെക്കണം കേട്ടോ, അതില് മറക്കരുത്. നല്ല കുട്ടിയല്ലേ? ശരി. എന്താ പണി? ആഹാ, നല്ല വലിയ മുടി ഉണ്ടല്ലോ ഇതില്. ഇത് ലഗോൺ തന്നെയാണ് അല്ലേ, ബ്രോയിലറിന്റെ അല്ലേ അല്ലേ? കഴിച്ചില്ലായി. അപ്പൊ ഏതായാലും ഇനി ഒരാഴ്ചക്ക് കുസാലായി. ആ 2 ദിവസത്തിനൊക്കെ ഉണ്ടാവും. കൈ ചലിക്കുമ്പോൾ പിന്നെ വരുന്നത്. ഇവിടെ കാച്ചി തരേ? കാണിച്ചു തരുമെന്നാ? അപ്പൊ ഇജ്ജ് കാണുന്നില്ലേ? ഇജ്ജ് കാണാതെ നിക്കാണ് ഇപ്പൊ? എനിക്കറിയില്ല കുട്ടിയെ. ആ ഉപ്പുമാവാണ് ഇതിക്ക് രസം. കോഴിപ്പാട്സിക്ക് എന്താ നല്ലത് ആദ്യേ? ഉപ്പുമാവ് ദോശ നല്ലത് കോഴിപ്പാട്സിക്ക്? അപ്പൊ ആദ്യം ഇത് ഉണ്ടാക്കി കൊടുക്കട്ടെ. കൂടെ ഉണ്ടാക്കില്ലേ? വെറുതെ കച്ചറക്കി നിൽക്കില്ല, തിന്നണം. ശരി, അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കല്ലേ? ശരി ട്ടാ, ഇത് കളയരുതിട്ടാ. ഓക്കെ ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. പപ്പ ഒഴിക്കും. പപ്പ ആരുണ്ടാക്കണത്? പപ്പയെ മോനോ? ആരുണ്ടാക്കണേ? ആ, അപ്പൊ മോന് വലിയ ആവശ്യം ഉണ്ടോ? ഇല്ല, പപ്പയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ വക്ക് പോയ ചീൻചട്ടിക്ക് അത്തി വക സാധനം ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെല്ലേ? അതെനിക്കറിയാലോ സൂപ്പറാണെന്ന്.
നല്ലത് ഇത് ബുൾസൈ ആട്ടോ ബുൾസൈ മഞ്ഞ പൊട്ടിയേട്ടാ ആദ്യട്ടാ മഞ്ഞ പൊട്ടി ആദ്യട്ടാ ആ അമ്മ ആ ചട്ട കൊണ്ടിരുത് പപ്പ സെറ്റ് ആക്കല്ലേ പപ്പക്ക് ട്ടാ പപ്പ തിന്നട്ടെ ഇത് പപ്പക്ക് തിന്നണ്ടേ ഇത് മുമ്പക്ക് തിന്നണ്ടല്ലോ ഞാൻ നിങ്ങൾ ഇൻ്റെതല്ലേ ഓക്കെ റെഡി ചിന്നോ കാണുന്നില്ലല്ലോ വെറുതെ ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് സെറ്റായിട്ട് അപ്പോൾ ഇതാ ഇവിടെ എൻ്റെ പാടത്തിൻ്റെ പരിപാടി തകൃതിയായിട്ട് നടക്കുന്നില്ല. പാർട്സ് നന്നാക്കൽ ഏതാണ്ടൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടോ. കാരണം അവസാനമായിട്ട് ആ ടാസ്ക് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടി ക്ലീനിങ് കേട്ടോ. അതൊരു അത്യാവശ്യം നല്ല പണിയാണ് കേട്ടോ. അത് കുറച്ച് നേരം മെനക്കെടാണ് കേട്ടോ. അത് അങ്ങനെ എനിക്ക് എൻ്റെ ഫോൺ ആദ്യമോ എടുത്തുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ പൊതുവെ എൻ്റെ ഫോൺ എടുത്തുകൊണ്ടുള്ള ഒരു പണി ഉണ്ട് കേട്ടോ. അതിപ്പോഴും നല്ല അത് ആദ്യം ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ് കൊടുക്കലില്ലേ ഞാൻ. പിന്നെ എന്താ വെച്ചാൽ ഈ വീട്ടിൽ ഈ കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ട് കൊടുത്തിട്ട്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബായ്.